മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടത് എംഎൽഎമാരും വിദ്യാർത്ഥി യുവജന സംഘടനകളും നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF നടത്തിയ ഹർത്താലിനെ തുടർന്ന് പ്രവർത്തകർ പ്രകടനം നടത്തി. നഗരത്തിൽ മുതലക്കുളം കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം ആരംഭിച്ചത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടന്ന പ്രകടന വാർത്തകളിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും പ്രതിഷേധങ്ങളെ പോലീസ് അടിച്ചമർത്തുന്നതിൽ പ്രതിഷേധിച്ചും LDF സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഹർത്താലിനെ തുടർന്ന് പ്രവർത്തകർ പ്രകടനം നടത്തി. നഗരത്തിൽ മുതലക്കുളം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം കിഡ്സൺ കോർണർ പരിസരത്ത് സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേലടി നാരായണൻ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, M ആലിക്കോയ, P ലക്ഷ്മണൻ എന്നിവർ നേതൃത്വം നൽകി. അരക്കണർ ബേപ്പൂർ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും പ്രകടനങ്ങൾ നടന്നു. നടുവട്ടം പരിശീലനങ്ങാടിയിൽ സമാപിച്ചു. PP ബീരാങ്കോയ, N സദു, P രാജീവൻ, മോഹൻദാസ് തിരുവിച്ചിറ, KH ഭീഷ്മർ എന്നിവർ നേതൃത്വം നൽകി. ഫറോക്ക്, രാമനാട്ടുകര, കടലുണ്ടി പ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. LDF നേതൃത്വത്തിൽ ഫറോക്കിൽ പ്രകടനം നടത്തി. M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സോളാർ വിഷയത്തിൽ കേരളം പുകഞ്ഞു കത്തുന്നു. പ്രതിപക്ഷവും BJPയും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങൾ ശക്തമായി. കഴിഞ്ഞ ദിവസം സമരക്കാരെ നേരിട്ട പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് നടന്നത്. ജില്ലയിൽ വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധവും കോലം കത്തിക്കലും. സോളാർ അഴിമതിയിൽ മുങ്ങിയ UDF സർക്കാരിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടന്ന അക്രമത്തിൽ ജില്ലയിൽ രോഷം ആളിക്കത്തി. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും LDFന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. നേതാക്കളെയും പ്രവർത്തകരെയും പോലീസിനെ ഉപയോഗിച്ച് തല്ലിയൊതുക്കാമെന്ന ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂരിന്റെയും മോഹം നടക്കില്ലെന്ന പ്രഖ്യാപനമായി പ്രതിഷേധങ്ങൾ മാറി. മഴയെപ്പോലും വകവയ്ക്കാതെയാണ് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടും തലസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ജനം പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. കമ്മീഷൻ ഓഫീസിന് മുൻപിലും മാനാഞ്ചിറ പരിസരത്തും നിരവധി പോലീസുകാർ നിലയുറപ്പിച്ചു. LDF, DYF നേതൃത്വത്തിൽ മുതലക്കുളത്തു നിന്നും കിഡ്സൺ കോർണറിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, NCP ജില്ലാ സെക്രട്ടറി MP സൂര്യദാസ്, P ഗവാസ്, PK നാസർ, P ലക്ഷ്മണൻ എന്നിവർ നേതൃത്വം നൽകി. SFI നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കോലം കത്തിച്ചു. മാർച്ച് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി. ജില്ലാ സെക്രട്ടറി VK കിരൺരാജ്, പ്രസിഡന്റ് TK സുമേഷ്, KS അർജുൻ, M സമീഷ് എന്നിവർ സംസാരിച്ചു. AIYF നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. P ഗവാസ്, KC അൻസാർ, KK പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കിഡ്സൺ കോർണർ പരിസരത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് P പീതാംബരൻ, PK അനിൽകുമാർ, K ശ്രീകുമാർ, K വസന്തൻ, ശ്യാം, സൈബു, ബിജു എന്നിവർ നേതൃത്വം നൽകി. സോളാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് അക്രമം അഴിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഫറോക്ക് ടൗണിൽ DYF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിന്റെ നരനായിട്ട് അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ രാജിവെക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. രാജിവെക്കും വരെ സമരം തുടരുമെന്നും പ്രവർത്തകർ പറഞ്ഞു. 100ഓളം പ്രവർത്തകർ ഫറോക്കിൽ നിന്നും ചുങ്കം വരെ പ്രതിഷേധ പ്രകടനമായി നീങ്ങി. സോളാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് നേരെ പോലീസ് അക്രമം അഴിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് LDF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിന് CPM ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗം M ഗിരീഷ്, പട്ടാഞ്ചേരി രാജൻ, KT ജനാർദ്ദനൻ, KT ജനദാസൻ, ഫറോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും നേതൃത്വം നൽകി.